അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് കുറേ ജെംസ് വെച്ചിട്ടുള്ളൊരു നമ്പർ കേക്കാണ്. നമ്മുടെ കസ്റ്റമർ ഭയങ്കര ഒരു നല്ല കസ്റ്റമറായിരുന്നു കേട്ടോ. ഈ ജെംസ് ഇത്ര എനിക്ക് മേടിച്ചുകൊണ്ട് തന്ന ആൾ തന്നെയായിരുന്നു. കാര്യം ഇത് ഓർഡർ കൺഫേം ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയി. അപ്പം നമുക്ക് പിന്നെ പോയി മേടിക്കാനുള്ള ടൈമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ആൾ തന്നെ മേടിച്ചുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ഒരു ഡിസൈൻ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട്. ഈ കളർഫുള്ളായിട്ട് ഇതിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ ഭയങ്കര താമസമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ നമ്പർ 3. ഈ ഒരു 3യുടെ മേലെ മൊത്തം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഞാൻ വൈറ്റ് ചോക്ലേറ്റ് കൊടുത്തത് ഈ ഒരു ജെംസ് എല്ലാം നന്നായിട്ട് ഒട്ടിയിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതെൻ്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. ചോക്ലേറ്റിന് മേലെ ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ഒലിച്ച് താഴ്ത്തു പോകുന്നുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം മാറ്റിയിട്ട് ഒന്നുകൂടെ ഒന്ന് ക്രീം ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ മേലെ ആട്ടോ ഈ ജെംസ് മിഠായി വെച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്നത്ര എളുപ്പമല്ല കേട്ടോ പരിപാടി. കുറേ സമയം എടുത്തിട്ടാണ് ഇത് ഓരോ ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്കത്തെ വൈറ്റ് പോർഷൻ കാണാതെ വെക്കാൻ ഞാൻ കുറേ ട്രൈ ചെയ്തെങ്കിലും അത് പറ്റിയില്ല. ഇത്രയും നാൾ ഞാൻ കരുതിയിരുന്നത് ഈ ജെംസിൻ്റെ പാക്കറ്റിലൊക്കെ ഈക്വലായിട്ടായിരിക്കും അവർ എല്ലാ കളേഴ്സും ഇടുന്നതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. അവർ തോന്നുന്ന പോലെയാണ് എല്ലാം കൂടെ വാരി ഇടുന്നതെന്ന് എനിക്കിത് ചെയ്തപ്പോഴാണ് മനസ്സിലായി. കാര്യം നമ്മൾ പാക്കറ്റ് ഓരോന്നായിട്ട് പൊട്ടിച്ചിട്ടപ്പോൾ അതിൽ ഏറ്റവും കുറവ് ഗ്രീൻ ആയിരുന്നു. ഗ്രീൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നതിനെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല സമയം എടുത്തിട്ടാണ് നമ്മളിങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ റെഫറൻസ് പിക്ക് തന്ന പോലെയൊക്കെ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പറയണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.